വരുത്തുന്നവൻ യേശു എന്റെ മുൻപിലുള്ളതാ. സ്ഥിരതയോടെ ഓട്ടമോടി തികച്ചിടാൻ അവലേറുന്നേ. ഓട്ടമോടി തികച്ചിടാൻ അവലേറുന്നേ. ഓട്ടമോടി തികച്ചിടാൻ അവലേറുന്നേ. Oh, Jesus, speak about it. Oh, Jesus, speak about it. Power, troubles, speak about it. ആമേൻ. കഷ്ടങ്ങൾ സഹിച്ചതാം യേശുവിൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നേ. കഷ്ടങ്ങൾ സഹിച്ചതാം യേശുവിനും കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നേ. പ്രാണനാഥൻ പോയതായ പാതയെ ധ്യാനിച്ചു ഞാനും പിൻഗമിച്ചിടും. പ്രാണനാഥൻ പോയതായ പാതയെ ധ്യാനിച്ചു ഞാനും പിൻഗമിച്ചിടും. കഷ്ടങ്ങൾ സഹിച്ചതാം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, കഷ്ടങ്ങൾ സഹിച്ചതാം യേശുവേ നോക്കിടുമ്പോൾ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നേ. പ്രാണനാഥൻ പോയതായ പാതയെ ധ്യാനിച്ചു ഞാനും പിൻഗമിച്ചിടും. പ്രാണനാഥൻ പോയതായ പാതയെ ധ്യാനിച്ചു ഞാനും പിൻഗമിച്ചിടും. പ്രാണനാഥൻ പോയതായ പാതയെ ധ്യാനിച്ചു ഞാനും പിൻഗമിച്ചിടും. പ്രാണനാഥൻ ഹല്ലേലൂയ. ജനമേ, നീ ഭയപ്പെടേണ്ട. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരണത്തിനുമായ യേശു നിന്റെ മുൻപിലുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവരുടെ സമൂഹദൂതൻ കർത്താവായ യേശുവും പരിശുദ്ധാത്മാവും പിൻപിലും മുൻപിലും ഇതുപോലെ ദൈവത്തിൻ്റെ കാവൽ നിനക്കുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു. ഒരു ശക്തിക്കും നിന്നെ തൊടാൻ സാധ്യമല്ല. ഒരു ശക്തിക്കും നിന്നെ സാധ്യമല്ല. ഒരു ശക്തിക്കും അവനെ വിട്ടുകൊടുക്കുകയുമില്ല. ഇസ്രായേൽ ജനത്തിന് മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവർക്ക് കാവലായിരുന്നു. ആരാണ് ഈ മേഘസ്തംഭം? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമായ ക്രിസ്തു. അഗ്നിസ്തംഭം ആര്? പരിശുദ്ധാത്മാവ്. യേശുവും പരിശുദ്ധാത്മാവും ഇസ്രായേൽ ജനത്തെ നടത്തി വന്നത് ഹഗായി 2:5 നമ്മൾ വായിക്കുന്നുണ്ട്. ഹഗായി 2:5 മിസ്രയീം ദേശത്തുനിന്ന് നിങ്ങളെ നയിച്ചു കൊണ്ടുവന്ന എൻ്റെ ആത്മാവും എൻ്റെ വചനവും നിങ്ങളുടെ മധ്യ വസിക്കുന്നു. അതുകൊണ്ടാണ് മോശ ദൈവത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയത്. പിന്നിൽ ഫറവോനും സംഘവും കുതിരപ്പടയുമായിട്ട് പറന്നെത്തുകയാണ്.
എബ്രായരുടെ ദൈവത്തെ നിന്ദിച്ചവനായ ഫറവോൻ ഈ കരയിൽ വെച്ച് ഇസ്രായേലിനെ കീഴ്പ്പെടുത്താമെന്ന് ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് വരുന്നു. രണ്ട് ഭാഗവും വൻമലകൾ, വലിയ മലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുന്നിൽ ചെങ്കടൽ. ചിന്തിച്ചു നോക്കി, എങ്ങനെ രക്ഷപ്പെടും? ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം അവർക്കില്ലല്ലോ. എങ്കിലും മോശയ്ക്കറിയാം ദൈവം ആരാണെന്ന്. ആ അറിവാണ് മോശയെ ബലപ്പെടുത്തിയത്. അതിൻ്റെ മധ്യമുള്ളതായ സമ്മിശ്ര ജാതികൾ ദൈവത്തെ പരിഹസിക്കുകയും മോശയ്ക്കെതിരായി സംസാരിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാം എന്ന് ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്താൽ മോശ വടി നീട്ടി നമുക്ക് കാണാൻ കഴിയും. ദൈവം പറഞ്ഞു, മോശയെ നിന്റെ വടി അധികാരത്തിൽ കാണുകയാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലിനും നിങ്ങൾക്ക് മേലൊരു അധികാരമുണ്ട്. വിശ്വസിക്കുന്നതിനാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ മരണകരമായതൊന്നും കുടിച്ചാലും ഹാനി വരികയില്ല. അവർ പാമ്പുകളെ പിടിച്ചെടുക്കും, സാത്താന്റെ തലയെ ഞെരുക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവർ കനാൻ ദേശം കാണുകയാണ്. അതെ, ചെങ്കടലിന്റെ മധ്യേ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ചു. വിശ്വാസമുള്ളവർ ചെങ്കടലിന്റെ കരയിൽ നിന്നുകൊണ്ട് ശോഭിതമായ നഗരത്തെ കാണുകയാണ്. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലത്തെ കണ്ടുകൊണ്ട് ഇതാ പാട്ടും പാടി ആനന്ദിച്ചുകൊണ്ട് ജനം മുൻപോട്ട് പോവുകയാണ്. പ്രിയ ദൈവമൈതലേ, സാത്താന്റെ ശക്തികൾ മുഴുബലത്തോടെ നിനക്ക് വിരോധമായി പോരാടുന്ന ഈ കാലത്തിൽ കണ്ണുകൾ ഉയർത്തുക. ആ ശോഭിത നഗരത്തെ കാണുക, ആ ശോഭിത നഗരത്തെ കാണുക, വിശ്വാസത്തിന്റെ നായകനെ കാണുക. ശോഭിത നഗരത്തോടടുക്കും തോറും എപ്പോഴും അത്യാശയനുള്ളിലേറുന്നേ. ശോഭിത നഗരത്തോടടുക്കും തോറും എപ്പോഴും അത്യാശയനുള്ളിലേറുന്നേ. ഒന്നു മാത്രം എന്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നും എന്നും കൂടെ വാഴണം. ഒന്ന് മാത്രം എന്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നും എന്നും കൂടെ വാഴണം. ശോഭിത നഗരത്തോടടുക്കും തോറും എപ്പോഴും അത്യാശയനുള്ളിലേറുന്നേ. ആമേൻ. ഹല്ലേലൂയ. ശോഭിത നഗരത്തോടടുക്കും അത്യാശയനുള്ളിലേറുന്നേ. ഒന്നു മാത്രം എന്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നും എന്നും കൂടെ വാഴണം. ഒന്നു മാത്രം എന്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നും എന്നും കൂടെ വാഴണം. ഒന്നു മാത്രം എന്റെ വാഞ്ച നിൻമുഖം കണ്ടെന്നും എന്നും കൂടെ വാഴണം. സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളെന്ന് അറിഞ്ഞിട്ട് അവൻ ആകാശത്തെ നക്ഷത്രങ്ങളെ വലിച്ച് താഴെയിടുന്നൊരു കാലമാണ്. പ്രകാശിക്കുന്നതായ ദൈവമക്കളെ, വിശ്വാസമുള്ള ദൈവമക്കളെ വലിച്ച് താഴേക്കിടുവാൻ സാത്താൻ മുഴി ശക്തിയോടെ പ്രവർത്തിക്കുന്ന കാലമാണ്. നിങ്ങളുടെയും വിശ്വാസം വർദ്ധിപ്പിക്കണം. നാം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ, വിശ്വാസത്തിൻ്റെ നായകനിലേക്ക് ശ്രദ്ധ പതിക്കുന്നില്ലെങ്കിൽ നാം പതറിപ്പോവും. കടലിൽ കൂടെ നടന്നതായ പത്രോസ് ഒന്നാമനാണ്, അപ്പോസ്തലനാണ്, പ്രധാന ആളുമാണ്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി
കടലിൽ കൂടെ യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പത്രോസ് ധൈര്യമുള്ളവനായിരുന്നു, ബലമുള്ളവനായിരുന്നു. വിശ്വാസത്താൽ കടലിന്മേൽ നടക്കുവാൻ അവന് കഴിഞ്ഞു. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തതുപോലെ വിശ്വാസത്താൽ വെള്ളത്തിൻ്റെ ശക്തിയെ അവൻ ജയിച്ചു മുന്നേറുമ്പോൾ അവൻ്റെ മനസ്സ് പതറി. സ്വയം ഞാനെന്നുള്ള അഹംഭാവം, മറ്റാർക്കും സാധിക്കാത്ത കാര്യം ഞാൻ ചെയ്തു എന്നുള്ള അഹന്ത കയറി. സാത്താൻ അവനിൽ പ്രവേശിച്ചപ്പോൾ അവൻ സാധാരണ മനുഷ്യനായി വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ അവൻ നിലവിളിക്കുന്നു, യേശുവേ, 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 എന്നെ രക്ഷിക്കണമേ എന്ന്. അതെ, അതുതന്നെയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ അഹന്ത വരുമ്പോൾ നാം താഴും, ഭൂമിയിലേക്ക്, വെള്ളത്തിലേക്ക് താഴും. ഭയപ്പെടേണ്ട, വിളിച്ചു. വിളിക്കേണ്ടവനെ വിളിക്കണം, വിളിക്കേണ്ടവനെ വിളിച്ചാൽ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. Yes, power flowing now. The Spirit of God moving, Lord. ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. 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 നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ കാലങ്ങളാണിപ്പോൾ. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പല രാജ്യങ്ങളിൽ വിശ്വാസികൾ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ വീണ്ടും 80ഓളം വിശ്വാസികളെ കൊന്നൊടുക്കി, രക്തപ്പൊടി ഒഴുക്കി. പക്ഷെ വിശ്വാസികൾ പതറിയില്ല. അവരുടെ വിശ്വാസത്തിന് നായകന്മേൽ ഉറുതിയായി നിന്നുകൊണ്ട് ലോകം അത് കാണുന്നില്ല, ലോകം കാണുകയില്ല. കാരണം ലോകം ദൈവമക്കൾക്കെതിരാണ്. പ്രിയരെ, ആ മരിച്ചവരാരും നഷ്ടമായില്ല. അവരുടെ ബന്ധുമിത്രാദികൾ പ്രത്യാശയോടവരെ അടക്കുന്നത് ഞാൻ കാണാനിടയായി. നമുക്കും വിശ്വാസത്തിൻ്റെ പരിശോധനയുണ്ട്. പക്ഷെ ഒരു കാര്യം, ലോകത്തിൽ തോറ്റവനാണ് ലോകത്തോടു കൂടിയുള്ളവൻ. യേശു ക്രിസ്തുവിന് മുമ്പിൽ തോറ്റുപോയവനാണ് ലോകത്തിൻ്റെ നേതാവ്. നമ്മുടെ യേശു ജയിച്ചവനാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഈ അറിവ് ശദ്രക്, മേശക്, അബേദ്നെഗോവിന് ബാബിലോണിൽ പ്രവാസികളായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു. അവരെ ഉണർത്താൻ ആരുമില്ല, കാത്തിരിപ്പ് യോഗം നടത്താൻ ആളില്ല, സഭായോഗത്തിൽ പ്രസംഗിച്ച് ബലപ്പെടുത്താൻ ആളില്ല, കൂട്ടായ്മയ്ക്ക് ആളില്ല. പക്ഷേ അവർ ബാല്യം മുതൽ പ്രാപിച്ച വിശ്വാസം, തീമോഥെയോസിൽ പറയുന്ന പോലെ, നിനക്ക് ബാല്യം മുതൽ ലഭിച്ച നിൻ്റെ വല്യമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിച്ചതായ വിശ്വാസം, അത് കളയാതെ അവർ സൂക്ഷിച്ചു. നെബൂഖദ്നേസർ രാജാവ് തന്നെപ്പോലെ മാറ്റിയെടുക്കാൻ അവർ ശ്രമിച്ചു, സമ്മതിച്ചില്ല. അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നു. അവൻ്റെ സാധുബോധനങ്ങളാൽ വഷളാക്കുവാൻ അവർ അനുവദിച്ചില്ല. അവൻ്റെ വിഗ്രഹങ്ങൾക്ക് പ്രതിഷ്ഠയ്ക്ക് അർപ്പിച്ചതായ ഭക്ഷണം കഴിക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല. പക്ഷേ അവർ ബലശാലികളായി. ദൈവം അവരോട് കൂടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടുത്ത പരീക്ഷ. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കണം. ഇത് മറ്റാർക്കും വേണ്ടി ഒന്നും പരീക്ഷയല്ല. ബാക്കി എല്ലാവരും നമസ്കരിച്ചപ്പോഴും ശദ്രക്, മേശക്, അബേദ്നെഗോ പിഞ്ചു ബാലന്മാർ, ചെറിയ കുട്ടികൾ, യൗവനക്കാർ, അവർ പറഞ്ഞു, നെബൂഖദ്നേസറേ, എന്താ രാജാവേ എന്നല്ല, നെബൂഖദ്നേസറേ, ഇതിനുത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിച്ചു വരുന്ന ദൈവം, ആമേൻ, അവൻ വിടുവിച്ചാലും ഇല്ലെങ്കിലും, അതാണ് വിശ്വാസം. വിടുവിക്കും എന്നുള്ളതല്ല, വിടുവിക്കും. എന്നാൽ ചില സന്ദർഭത്തിൽ അവൻ്റെ സാക്ഷികളായി ഞങ്ങൾ തീരേണ്ടി വരും. അങ്ങനെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ശരി, നിൻ്റെ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് പരിചയിച്ചവരാണ്. ഈ വിശ്വാസത്തെ നിങ്ങൾ പ്രാപിച്ചുകൊള്ളുക. അങ്ങനെ വന്നപ്പോൾ വീണ്ടും പരീക്ഷ. തീച്ചൂളയ്ക്കകത്ത് ഇട്ടുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു തീച്ചൂള നമുക്കറിയാമല്ലോ. പക്ഷെ തീച്ചൂളയിട്ട്
പെരട്ടി കാണിച്ചിട്ടും ഈ കുഞ്ഞുങ്ങളെ വിശ്വാസം പോയില്ല. അവർ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ഞങ്ങളെ ഇളക്കാൻ കഴിയില്ല. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം വന്നു. അവൻ 7 മടങ്ങ്, നോക്കണം, 1 മടങ്ങല്ല, 2, 3, 4, 5, 6, 7 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശോധന കൂടി. പരിശോധനയ്ക്കൊരു പൂർണ്ണതയുണ്ട്, അതാണ് 7. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരീക്ഷ ആരംഭിച്ചാൽ അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതനുസരിച്ച് നമ്മുടെ റാങ്കും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. 1 മടങ്ങ് പരീക്ഷ വരുമ്പോൾ 1 മടങ്ങ് ജയിച്ചിരിക്കും. 7 മടങ്ങ് വന്നപ്പോൾ പൂർണ്ണതയിൽ അവർ സകല പരീക്ഷകളും തികച്ചു. യേശുവിനെ വിട്ടുപോയ പിശാചിനെ പോലെ 7ാമത്തെ മടങ്ങ് ചൂളക്കെത്തിയപ്പോൾ ആ പിഞ്ച് അല്ലെങ്കിൽ ബാലന്മാരെ കൊണ്ടിട്ടതായ സോൾജിയേഴ്സിൻ്റെ പട്ടാളക്കാർ തീയുടെ ഗന്ധമടിച്ചിട്ട് എരിഞ്ഞു പോയതായിട്ട് കാണാൻ കഴിയുന്നു. അവരെ തീക്കകത്തിട്ടു. പക്ഷെ അവരുടെ വിശ്വാസം തീയുടെ ബലത്തെ കെടുത്തിയെന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. ഈ വിശ്വാസമാണ് ഈ കാലത്ത് നമുക്കുണ്ടാകേണ്ടത്. ആമേൻ. ആ വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തിയെങ്കിൽ, പ്രിയ ദൈവമേ, നിന്നെ സഹായിപ്പാൻ ലോകത്തിൽ ആരും കാണുകയില്ല, പാസ്റ്റർമാരും ഇല്ലെങ്കിലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പോലെ നീ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ നിന്റെ ദൈവം നിന്നോടുകൂടെ ആ തീയിലിറങ്ങുന്നവനാണ്. ആ തീയിലിറങ്ങുന്ന ദൈവം ഇന്ന്, ഇപ്പോൾ, ഇവിടെ, ഈ സമയം നിന്നോടുകൂടി ഉണ്ട്. അവനോടുകൂടി ഉലാവുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അഗ്നിയിൽ കൂടെ നടന്നിടിലോ, അഗ്നിജാലയന്മേൽ തീണ്ടുകയില്ല. അഗ്നിയിൽ കൂടെ നടന്നിടിലോ, അഗ്നിജാലയന്മേൽ തീണ്ടുകയില്ല. ഓളങ്ങളെന്മേൽ കവിഞ്ഞിടും. ആമേൻ. ബലപ്പെടുക, ശക്തിപ്പെടുക. ഓ വീഴാതെ താഴാതെ സൂക്ഷിക്കുന്നേ എന്നെ, വീഴാതെ താഴാതെ സൂക്ഷിക്കുന്നേ എന്നെ. അഗ്നിജ്വാല എന്നെ തേടുകയില്ല. അഗ്നിയിൽ കൂടെ നടന്നിടിലോ, അഗ്നിജ്വാല എന്നെ തേടുകയില്ല. ഓളങ്ങൾ എന്നെ കവിഞ്ഞിടും നേരത്ത്, ഓളങ്ങൾ എന്നെ കവിഞ്ഞിടും നേരത്ത് വീഴാതെ താഴാതെ സൂക്ഷിക്കുന്നേ, വീഴാതെ താഴാതെ സൂക്ഷിക്കുന്നേ. ഓളങ്ങൾ എന്നെ കവിഞ്ഞിടും നേരത്ത്, ഓളങ്ങൾ എന്നെ കവിഞ്ഞിടും നേരത്ത് വീഴാതെ താഴാതെ സൂക്ഷിക്കുന്നേ, വീഴാതെ ഹല്ലേലൂയ. ഞാനും ചില സഹോദരങ്ങൾ കൂടി ഒരു ഗ്രാമത്തിൽ, പട്ടിക്കാട് ഗ്രാമമാണ്, സുവിശേഷം അറിയിക്കാൻ പോയി. അറിഞ്ഞില്ല, സ്ഥലം ഏതാണെന്ന് അറിയാതെ തന്നെയാണ് പോയത്. പിന്നീട് അറിഞ്ഞെങ്കിലും പിൻവാങ്ങാൻ സാധിച്ചില്ല. കാരണം ഞങ്ങളെ അയച്ച നടത്തിപ്പുകാർ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, പോയാൽ അവിടെ മരിക്കും. അതുപോലെ സുവിശേഷ വിരോധികൾ, അന്ന് സുവിശേഷത്തിന് ബദ്ധവിരോധികളുടെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളെ അയച്ചത്. പക്ഷേ ദൈവം പറഞ്ഞ് അയക്കാൻ പറഞ്ഞു. അന്നത്തെ അയച്ച പാസ്റ്റർ നടത്തിപ്പുകാർ ചോദിച്ചു, നിങ്ങൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല, നിങ്ങൾക്ക് പോകാതിരിക്കാം, അല്ലെങ്കിൽ രക്തസാക്ഷികളായി തീരും. ഞങ്ങൾ പറഞ്ഞു, നല്ലതല്ലേ, പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമല്ലോ. ഞങ്ങളവിടെ ചെന്ന് സുവിശേഷത്തിന് വേണ്ടി ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുത്തിന് ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് സ്ഥലം വിട്ടു. മുൻപ് ഇവിടെ വന്നവരുടെ എല്ലാം കൈയും കാലും വെട്ടി, പല പ്രശ്നങ്ങളുണ്ടാക്കി, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് എല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പരസ്യയോഗത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിൽ പ്രധാനികളായ 2 പേർ ബൈക്കിൽ വന്ന് അലറി, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. ഞാൻ അദ്ദേഹത്തോട് എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ആ മനുഷ്യർ അവിടുത്തെ ഏറ്റവും വലിയ സുവിശേഷ വിരോധ സംഘടനകളുടെ ഒരു നേതാവും കൂടിയായിരുന്നു. ഞങ്ങൾ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. 3/4 മണിക്കൂർ ഞാൻ എന്താ സംസാരിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അവരുടെ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നേതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. അദ്ദേഹം പറഞ്ഞു, സത്യമാണ്,
പക്ഷേ എൻ്റെ അനുയായികൾക്ക് മനസ്സിലാകത്തില്ല, അവർക്കിതറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയി. അവിടെ ഒരു ഫെയ്ത്ത് ഹോം പിന്നീട് ആരംഭിച്ചു. സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടി. 35 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ആ സ്ഥലം സന്ദർശിച്ചു. ഈ മനുഷ്യനെ തേടി. അദ്ദേഹം വലിയൊരു സ്കൂളുമൊക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നു. ഞാനും വേറെ സൗകര്യങ്ങളും അവിടെ ചെന്നു. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. താൻ പറഞ്ഞു, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, പുതിയ നിയമം വായിക്കാറുണ്ട്, പഴയ നിയമം എനിക്കധികം മനസ്സിലാകുന്നില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മുടെ ഇതേ സ്ട്രീറ്റിൽ തന്നെ ഒരു പ്രവർത്തനം ആരംഭിച്ചു, എനിക്ക് സന്തോഷമുണ്ട്, എങ്കിലും ഞാൻ രഹസ്യമായി വിശ്വാസിയായി ജീവിക്കുകയാണ്. പരസ്യമായാൽ പല പ്രശ്നങ്ങളുണ്ടാകും. പ്രിയരെ, ഏത് പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നാം പിൻവാങ്ങിപ്പോകുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാണ്. ആമേൻ. ഇന്നവിടെ ഒരുപാട് വലിയ സ്ഥലം കിട്ടി, വലിയൊരു ഫെയ്ത്തോമായിട്ട് മാറിയിട്ടുണ്ട്. ആമേൻ. നമുക്കും വിശ്വാസത്തിന് നല്ല പോർ പൊരുതി മുൻപോട്ട് ജീവിക്കാം, പിൻവാങ്ങുന്ന കൂട്ടത്തിലല്ല. എൻ്റെ ആരംഭ സമയം തൊട്ടേ പിശാചിനെ വലിച്ചുകൊണ്ടുപോകാൻ പല സന്ദർഭങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഉറ്റ സ്നേഹിതനായ ബാല്യം മുതൽ എൻ്റെ സ്നേഹിതനായ ഒരാളും കൂടിയാണ് രക്ഷിക്കപ്പെടുന്നത്. സ്നാനപ്പെട്ടു, ഈ കൂട്ടായ്മയിൽ വന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആ സഭയിലൊരു പരിശോധന ഉണ്ടായി. ലൂത്ത് നോക്കിയതുപോലെ താൻ ആക്ഷികമായി നോക്കി അവിടുന്ന് എന്നോട് പറഞ്ഞു, ഞാൻ പിരിയുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു, വേറൊരു കൂട്ടായ്മയിൽ. അപ്പോൾ ഒന്നുമില്ല, ഒരു ആസ്പെക്റ്റോ ഷീറ്റിട്ട് 40 പേര് പ്രാർത്ഥിക്കുന്ന ഒരു ഫെയ്ത്തോമാണ്. അതിൻ്റെ വാതിൽക്ക് വെച്ച് ഞങ്ങൾ പിരിഞ്ഞു. ലോത്തും അബ്രഹാം പിരിഞ്ഞ പോലെ താൻ പിരിഞ്ഞു. ഞാൻ ഫെയ്ത്തോമിലേക്ക് പോയി കരഞ്ഞിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു ഹിന്ദു സഹോദരനെയും ഒരു ക്രൈസ്തവ അച്ഛനാകാൻ പോയൊരുത്തിനെയും കർത്താവ് രക്ഷിക്കപ്പെട്ടു കൂടെ കൂട്ടി. പിന്നീട് ആ സഹോദരൻ്റെ വേലക്കിറങ്ങേണ്ടതായി. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരീക്ഷകൾ, പോരാട്ടങ്ങൾ വരും. അതിനെല്ലാം തരണം ചെയ്ത് പിന്നീട് എൻ്റെ വീട്ടുകാരെനിക്ക് ശത്രുവായി. എൻ്റെ അപ്പൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, പോകാൻ പറഞ്ഞു. ഈ സുവിശേഷം കൊണ്ട് ഇനി ഇവിടെ കയറണ്ട, ഈ പെന്തിക്കോസിൻ്റെ മാർഗം കൊണ്ട് കയറണ്ട എന്ന് പറഞ്ഞു. ഞാൻ രാത്രിയിൽ ഇറങ്ങി, പക്ഷേ കർത്താവ് വിലക്കി. പിന്നീട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, വീട്ടിൽ പലരും രക്ഷിക്കപ്പെട്ടു. നാം ഈ നാളുകളിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് അവസാനിക്കേണ്ട ഒരു കാലമാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഞാൻ നാഗാലാൻഡിൽ ചില സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്, പ്രവർത്തിക്കാനും സാക്ഷിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടുത്തുകാർ പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളീ പാട്ട് പാടുമല്ലോ, ഐ ഹാവ് ഡിസൈഡഡ്, ഇത് പാടിക്കുക പാട്ട്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, no turning back, no turning back, no turning back, no turn. അപ്പോൾ ആ നാഗാലാൻഡിൽ ഞങ്ങളിങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞൊരു കഥയാണ്. നാഗാലാൻഡിൽ ഒരു ഗ്രാമത്തിൽ ഒരു മിഷൻ വന്ന് പ്രവർത്തിച്ച് കുറേ പേര് രക്ഷിക്കപ്പെട്ടു. ഒരു ഗ്രാമത്തിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒരു കുടുംബം. താനിതിൻ്റെ ഭാര്യയും 2 ആൺമക്കളും, നമ്മുടെ ഗ്രഹാം സ്റ്റൈൽസിനെ പോലെ 2 ആൺമക്കൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗ്രഹാം സ്റ്റൈൽസിന് ഒരു പെൺകുട്ടിയോടുണ്ട്. യേശുവിനെ സ്വീകരിച്ചെന്ന് പറഞ്ഞ് ആ ഗ്രാമവാസി, നമുക്കറിയാമല്ലോ, ഒരു ആദിവാസികളെ പോലെ അവിടുത്തെ ട്രൈബ്സാണ്, ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ഗ്രാമത്തലവൻ്റെ, ഗോത്രത്തലവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. നിങ്ങൾ പുതുതായി പ്രാപിച്ച വിശ്വാസവും ദൈവത്തെയും തള്ളിക്കളയണം, നമ്മുടെ ഗോത്ര ദൈവത്തെ വേണം ആരാധിക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടൊക്കില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് തൻ്റെ ഭാഷയിൽ പറയാനിടയായി. അപ്പോൾ ഗ്രാമത്തലവൻ കലിമുണ്ട് അദ്ദേഹത്തെ ഈ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുൻപിൽ വെച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം ഭാര്യയോട് ചോദിച്ചു, ഇനി കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോവുകയാണ്, നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ ഞങ്ങൾ നിത്യജീവനിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞാനും പിന്മാറുന്ന കൂട്ടത്തിലല്ല. ഇതേ കാര്യം പറഞ്ഞു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞ ആ വരികൾ. അപ്പോൾ തൻ്റെ കൂടെ നിന്ന ചിലരെല്ലാം ആദ്യം താല്പര്യം കാണിച്ചവരും പിൻവാങ്ങി. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പാടിയതല്ല പറഞ്ഞു, ലോകം എൻ്റെ പിൻപിലാണ്, ക്രൂശാണ് എൻ്റെ മുൻപിൽ, നിങ്ങളെല്ലാവരും പിൻപറ്റിയില്ലെങ്കിലും ഞാനിത് നിലനിൽക്കും,
ഞാൻ ഈ ക്രൂസിനെ ഫോളോ ചെയ്യും എന്ന് പറഞ്ഞ് അവരവിടെ സാക്ഷിക്കുമ്പോൾ അനേകരുടെ കണ്ണിൽ കൂടെ കണ്ണീര് വരാൻ തുടങ്ങി. അങ്ങനെ ആ ഗോത്രത്തലവനും വില്ലേജിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടാനിടയായി. പ്രിയരെ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടതായ സമയമാണ്. സമയം തീർന്നു വരുന്നു. ലോകത്തിൻ്റെ പ്രഭു ഇതാ പ്രവേശിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ അത് സംഭവിക്കാൻ പോവുകയാണ്. ആകയാൽ നാമും തീരുമാനിക്കുക, ലോകം എൻ്റെ പിൻപിൽ. ആമേൻ. ക്രൂസ് എൻ്റെ മുൻപിലാണ്. ആ പാടത്ത് പാടിക്ക്. ലോകമൻ പിൻപിൽ, ക്രൂസ് എൻ്റെ മുൻപിൽ, ലോകമൻ പിൻപിൽ, ക്രൂസ് എൻ്റെ മുൻപിൽ, ക്രൂസ് എൻ്റെ പിന്മാറാതെ. World is behind me, cross me before me. World is behind me, thy cross before me. World is behind me, thy cross before me. No turning back, no turning back, no turning back, no turning. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning. ഹല്ലേലൂയ. നിങ്ങളും എന്ത് തീരുമാനിച്ചു? യേശുവിനെ പിൻപറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? Will you have decided to follow Jesus? Otherwise, follow to the world. തീരുമാനിക്കുക. ഇപ്പോൾ തീരുമാനിച്ചിട്ട് നമുക്ക് ആ കോഴ്സ് പാടാം. നിങ്ങൾ എന്താണ് തീരുമാനിച്ചത്? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു? Will you decided to follow world or to Jesus? ആമേൻ. തീരുമാനിക്കുക. തീരുമാനിച്ചിട്ട് ആ കോഴ്സ് പാടാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. Will you decide? Will you decide now? ഇപ്പോൾ ഈ സമയം തന്നെ തീരുമാനിക്കുക. Will you decide now to Will you decide to follow Jesus? Will you decide to follow Jesus? Will you decide to follow Jesus? No turning back, no turning back, no turning back, no turning. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning, no turning back, no turning. Hallelujah. പ്രാർത്ഥിക്കുക.